ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിലെ ലാലുലു. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ വട്ടയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാവിലെ പോകുമ്പോൾ മാവൊക്കെ അരച്ച് വെച്ച് വൈകിട്ട് വന്നപ്പോൾ മാവൊക്കെ റെഡിയായി. അപ്പം നൈറ്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് എടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുമുണ്ട്, കൈയൊക്കെ പൊള്ളുന്നുണ്ട് എടുക്കുമ്പോൾ. കുറച്ച് ചൂടാറിയിട്ടാണ് കേട്ടോ എല്ലാവരും എടുക്കണ്ടേ. എനിക്ക് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ. സംടൈം അത് റെഡിയായി കിട്ടാറുമില്ല. അപ്പം ഈ പ്രാവശ്യം റെഡിയായി. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം, പിന്നെ ടൈം അങ്ങനെ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് തീർക്കുക. ഇത് തീർത്താൽ വേറെ കാര്യങ്ങളൊക്കെ നടക്കില്ല വിചാരിച്ചിട്ട് തിരക്കിട്ട് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൈയൊക്കെ ചൂടാകുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ കുറച്ച് അവിടെ വിടും, പിന്നെ ഒന്നും കൂടെ ആക്കും. അങ്ങനെ ഏതായാലും എടുത്തു കേട്ടോ. നമ്മൾ തിരക്കിട്ടെടുക്കുമ്പോൾ അത് പൊട്ടി പോകും കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റുള്ള സാധനമല്ലേ. അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ചിട്ട് നോക്കിയെടുക്കണം, എന്നാലേ അതിൻ്റെ ക്ലിയറിൽ അത് കിട്ടുള്ളൂ. അങ്ങനെ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി മാവ് ഞാൻ മറ്റേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു രാവിലെ. അത് അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കി, വട്ടയപ്പം ഇന്നലെ രാത്രി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് റൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യണം. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് കഴിക്കാം. ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും തേങ്ങയും പഞ്ചസാരയും പിന്നെ ഈസ്റ്റുമാണ് കേട്ടോ, ചോറും ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഓരോ പീസാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ നന്നാവാൻ സാധ്യത കുറവായിരിക്കുന്നു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഷുഗറൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇപ്പം രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ രാവിലെ അപ്പം ഞാനൊരു പീസ് കഴിച്ചു നൈറ്റ്. പിന്നെ രാവിലെ ബാക്കിയുള്ളതൊക്കെ ചായൻ്റെ കൂടെ കഴിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരുന്നു കേട്ടോ രാവിലെ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് വട്ടയപ്പം. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഇഷ്ടം. ഇത് ആദ്യമൊന്നും റെഡി ആവാറില്ലായിരുന്നു, ചിലപ്പോഴൊക്കെ റെഡിയാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. മാവൊക്കെ കറക്റ്റാക്കിയാൽ റെഡിയാക്കി കിട്ടും. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എല്ലാവരും.